السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل وسلم على نبينا محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ ആരംഭം കുറിച്ചു. വിശ്വാസികൾ വലിയ സന്തോഷത്തിലാണ്. തീർച്ചയായും അവരുടെ ആയുസ്സിൽ ലഭിക്കുന്ന മഹത്തരമായ സൗഭാഗ്യമാണ് ഓരോ റമദാനുകളും. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ 17ലധികം മഹത്വങ്ങൾ നമുക്ക് റമദാനിനെ കൊണ്ട് കാണാൻ സാധിക്കും. 11 മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസത്തെ 12ാമത്തെ മാസമായ റമദാൻ മാത്രമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പേരുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ 12 മാസങ്ങളിൽ ഒരു മാസത്തിൻ്റെ പേര് മാത്രമേ ഖുർആനിലുള്ളൂ. അത് റമദാനാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ആയത്തിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഖദ് ജാഅക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസം എന്ന് വിശേഷിപ്പിച്ചു ഖുർആൻ. ആ ഹദീസിലൂടെ അതിനെ ശക്തിപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിയത് ഈ റമദാനിലാണ്. നമുക്കെല്ലാം അറിയാം, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള മഹത്തരമായ രാത്രി അത് ഈ റമദാനിലാണ്. ഒരാൾക്ക് തൻ്റെ ആയുസ്സിൻ്റെ കൊണ്ട് അതിനിടക്ക് ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് സാധ്യമാകാത്ത 83 കൊല്ലക്കാലത്തെ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ വിലയാണ് ഒരു രാത്രിക്ക് ലഭിക്കുന്നതെങ്കിൽ അത് റമദാനിലാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ സവിശേഷത നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഖുർആനിനോടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മഹത്തരമാണ് ഖുർആൻ ഇറങ്ങിയ മാസത്തിൻ്റെ സവിശേഷത. ഖുർആൻ കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകട്ടെ മാലാഖമാരുടെ നേതാവായി മാറുകയാണ്. ഖുർആൻ ലഭിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖായി മാറുകയാണ്. ഖുർആൻ ഇറങ്ങിയ മക്ക പരിശുദ്ധമാക്കപ്പെടുകയാണ്. എന്തുകൊണ്ടും നമുക്ക് അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ, കണ്ടെത്താൻ കഴിയും. നോമ്പ് നിർബന്ധമാക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മാസം റമദാനാണ്. ഹിജ്റ 2-ാം വർഷത്തിലെ റമദാനിലാണ് നോമ്പ് നിർബന്ധമാക്കിയത്. 9 റമദാനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റ് റമദാനിൽ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാനിലെ നോമ്പും റമദാനിലെ രാത്രി നമസ്കാരവും മനുഷ്യന് ലഭിക്കുന്നത് മഹത്തരമായ പാപമോചനത്തിനാണ്. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പ് നോറ്റാൽ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ, ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിച്ചാൽ അവൻ്റെ ചെറുദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല, നന്മകൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും പാകപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിടപ്പെടുകയാണ്. വഉല്ലിഖത്ത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിടപ്പെടുകയാണ്. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുകയാണ്. മനുഷ്യർക്ക് ഏറ്റവും സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്. റമദാനിന്റെ 1-ാമത്തെ രാത്രി മുതൽ ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ടവൻ വിളിച്ചു പറയുന്നത്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് വന്നോളൂ. വയാ ബാഗിയ ശരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങളത് ചുരുക്കിക്കോളൂ. സാധാരണ നന്മകൾക്കൊക്കെ 10 ഇരട്ടിയും 70 ഇരട്ടിയൊക്കെ പ്രതിഫലം, 700 ഇരട്ടി വരെയൊക്കെ പ്രതിഫലമുണ്ടെങ്കിൽ നോമ്പ് നോൽക്കുന്ന മനുഷ്യ, അതിൻ്റെ പ്രതിഫലം അള്ളാഹിൻ്റെ കയ്യിലാണ്. അത് എത്രയായിരിക്കുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ റമദാനിൻ്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച നമുക്ക് നൽകിയ സമ്മാനമായി അതിനെ കണ്ടുകൊണ്ട് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക.
ഖുർആൻ പാരായണം, രാത്രി നമസ്കാരം, അതുപോലെ തന്നെ ദിക്റുകൾ, സ്വലാത്തുകൾ, കുടുംബബന്ധം ചേർക്കൽ, രോഗികളെ സന്ദർശിക്കൽ, ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കൽ, ക്ഷമ പാലിക്കൽ, എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് തഖ്വയിലേക്ക് നമ്മൾ മുന്നിട്ട് വരണം. മുത്തഖീങ്ങളായി മാറാൻ നമുക്ക് സാധ്യമാകണം. നോമ്പ് തന്നെയും ലഅല്ലക്കും തത്തഖൂൻ എന്ന വലിയ ഒരു ലക്ഷ്യവുമായിട്ടാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതിനെ പാലിക്കാനും അതിലേക്ക് എത്തുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുമാത്രമല്ല, മുത്തഖീങ്ങൾക്ക് ലഭിക്കുന്ന മഹത്തരമായ സൗഭാഗ്യത്തെക്കുറിച്ച് എന്താ ഖുർആൻ വിശേഷിപ്പിച്ചത്? ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ. മുത്തഖീങ്ങൾക്കാണ് വിജയമുള്ളത്. സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ മഹത്തരമായ സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മളോട് അതിലേക്ക് മുന്നിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹിന്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് മുന്നിട്ട് വരാൻ. ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. മുത്തഖീങ്ങളുടെ അടയാളം എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും രണ്ട് സമയത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവരാണ്. വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യം മടക്കി നിയന്ത്രിക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരായിരിക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള മുഹ്സിനീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിത മേഖലയിൽ ഏറ്റവും ധാരാളക്കണക്കിന് പ്രതിഫലം ലഭിക്കപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ടതായിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, സുഖദുഃഖങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുക. നമ്മളൊരു ചെറിയ സംഖ്യ ദാനം ചെയ്താൽ അള്ളാഹു തആല ഒരു കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കുന്ന പോലെ ആ സ്വതക്കയെ വലുതാക്കിക്കൊണ്ടിരിക്കുമെന്നാണ് ഹദീസിൽ പഠിപ്പിച്ചത്. മാത്രവുമല്ല, നമ്മൾ ചെയ്യുന്ന സ്വതക്കാത്തുകളുടെ മഹത്വം നോക്കൂ. സ്വതക്കത്തും മിമ്മാൽ, ഒരാളുടെയും സ്വതക്ക കൊണ്ട് അയാളുടെ സമ്പത്തിൽ കുറവ് വരുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ, നഷ്ടങ്ങൾ ഒരിക്കലും വരൂല. ആരെങ്കിലും സ്വതക്ക ചെയ്ത് നഷ്ടം സംഭവിച്ചോ, സ്വതക്ക ചെയ്ത് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കൂല. നമ്മൾ പലിശ മേടിച്ച് പലിശ ഉപയോഗിച്ച് പരാജയപ്പെട്ടു നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വതക്കാത്തുകൾ അത് കൃത്യമായി അർഹമായ ആളുകളിലേക്ക് എത്തിക്കാനുള്ള നല്ലൊരു ചാൻസും കൂടെയാണ് റമദാൻ. നമ്മുടെ സക്കാത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വതക്കാത്തുകൾ നല്ല മാർഗത്തിലൂടെ അത് കടന്നു പോകണം. അതുകൊണ്ടുള്ള ഗുണമെന്താ? വസ്വദഖത്തു യുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉ അന്നാർ. ആളിക്കത്തുന്ന വെള്ളത്തിലേക്ക് തീയൊഴിച്ചാൽ അത് ശമിക്കുന്നത് പോലെ പാപങ്ങളാകുന്ന ഈ പാപദുരന്തങ്ങളിലേക്ക് സ്വതക്കകൾ ചെന്ന് വീഴുമ്പോൾ അത് അതിനെ അണച്ച് ശമിപ്പിച്ച് കളയുന്നതാണ്. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. നന്നായി നൽകിയാൽ, ദാനം ചെയ്താൽ, തഖ്വ പാലിച്ചാൽ, സത്യസന്ധത പാലിച്ചാൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിന്റെ സമയത്തൊക്കെ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയാണ് പറഞ്ഞത്. എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ സ്വതക്കാത്തുകൾ ചെയ്യുക. നമുക്ക് പടച്ച റബ്ബ് തരുന്ന ഈ അവസരങ്ങളെ ആ നിലക്ക് കൂടെ കണ്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് അത് കൊടുക്കാൻ കഴിയാം. നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബൽ അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല. ഒരു ദിവസം വരുന്നുണ്ട്, ആ ദിവസം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ എവിടുന്ന ചെലവഴിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് തന്നതായ സമ്പത്തെന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഒന്നുമില്ലാതെ വന്നവരാണ് നമ്മൾ. നമുക്ക് വീട്, ജോലി, വരുമാന മാർഗങ്ങൾ, സമ്പത്ത് പലതും തന്നവനാണ് റബ്ബ്. ആ റബ്ബ് അവകാശപ്പെടുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കാത്തുകൾ കൊടുക്കുക. ആ കൊടുക്കുന്നത് ചിലപ്പോ സിർറം അലാനിയ, രഹസ്യമായി നൽകേണ്ടി വരും, പരസ്യമായി വേണ്ടി വരും. എവിടെയാണെങ്കിലും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ റമദാനിലെ അവസരങ്ങൾ
ദിക്റുകൾ നമുക്ക് യാതൊരു പണവും ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സമയം നഷ്ടപ്പെടാതെ നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ ചെയ്യാൻ പറ്റുന്ന ദിക്റുകൾ അധികരിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. ധാരാളമായി തൗബ ചെയ്യുക. അള്ളാഹുവിനെ കുറിച്ചോർത്ത്, പരലോകത്തെ കുറിച്ചോർത്ത് കരയുന്ന കണ്ണുകളുമായി ബക്കത്തു മിൻ ഖശിയത്തില്ല എന്ന് പറയുന്ന കരച്ചിൽ നമുക്ക് വരേണ്ടതുണ്ട്. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനെ കുറിച്ച് ഓർത്ത് ഫഫാലത്ത് ഐന അങ്ങനെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് കടന്നു പോകേണ്ട ദിനരാത്രങ്ങളാണ് എന്ന ഓർമ്മ ഇന്നു മുതൽ നമുക്കുണ്ടാവണം. ഒരിക്കലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവസാനം വിലപിക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്തില്ലെന്ന് പറയേണ്ടി വരുന്ന ഒരു വിലാപത്തിന്റെ അവസ്ഥ ഈ റമദാനിൽ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായ നല്ല ഇഖ്ലാസോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ ചെയ്യുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.